മോളുടെ വേദനയൊക്കെ മാറും കേട്ടോ കേട്ടോ. ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മോൾക്ക് പൈസ ഒക്കെ തരും കേട്ടോ. വിഷമിക്കണ്ട കേട്ടോ, മോൾക്ക് അറിയണ്ട കേട്ടോ കേട്ടോ. കമ്പനിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എത്രയും വേഗം ചെയ്താൽ മാത്രമേ അവളുടെ ജീവൻ നിലനിർത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എന്നെ മോളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇവിടെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങൾ വീട്ടിൽ കടന്നു പോകുവാൻ നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങളോട് എന്താ പറയണമെന്ന് പോലും എനിക്കറിയില്ല. കാരണം അമ്മ എനിക്ക് വേദന എടുക്കണം അമ്മയെന്ന് ഈ മോള് നേരത്തെ ശബ്ദത്തിൽ ഇങ്ങനെ കരയുമ്പോ നിങ്ങളുടെയൊക്കെ കാല് പിടിച്ചിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്, ഈ മോളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് എല്ലാവരും കൂടി വരണം. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, നമസ്കാരം. ഷെയ്ൻ കെ മൊയ്തീനാണ്. ഈ മോളുടെ ഒരു വേദന നമുക്കൊന്ന് കണ്ടിരിക്കാൻ കഴിയില്ല. 9 വയസ്സ് മാത്രം പ്രായമുള്ളൂ നീ ആ മോൾക്ക്. അവള് ഇപ്പോ 5ാം ക്ലാസ്സിലേക്ക് ആയി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന് പറയുന്ന അതീവ ഗുരുതരമായ ബ്ലഡ് ക്യാൻസർ തിരിച്ചറിയപ്പെടുന്നത്. അതിനുശേഷം RCCയിൽ ചികിത്സയിലായിരുന്നു. അവിടെ നിന്ന് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലാണ് ഇപ്പൊ മോളെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കീമോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ബോൺമാറോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം. ഈ മൈത്ര ഹോസ്പിറ്റലിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് ഈ മോളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഡോക്ടർമാർ നൽകിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ സഹായിച്ചാൽ മാത്രം ഈ പൊന്നുമോള് ജീവിതത്തിലേക്ക് തിരിച്ചു വരുള്ളൂ. കാരണം ഒരു നിർധന കുടുംബമാണ്. അദ്ദേഹം ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണ്. കുട്ടിയുടെ അച്ഛൻ സന്തോഷ്. ഈ നാട് മുഴുവൻ രാവും പകലും തങ്ങളുടെ പൊന്നോമനയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ്. തങ്ങളുടെ കൺമുന്നിലൂടെ കളിച്ചും ചിരിച്ചും നടന്നിരുന്ന നിയാമോളുടെ ജീവൻ രക്ഷിക്കാനുള്ള പരിശ്രമങ്ങളിലാണ് ഈ നാട്ടുകാർ മുഴുവൻ. തിരുവനന്തപുരം ജില്ലയിലെ നേമത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കുളകുടിയൂർക്കോണം എന്ന പ്രദേശത്താണ് നിയാമോളും കുടുംബവും താമസിക്കുന്നത്. നിയാമോൾ സ്കൂളിൽ പോകുന്നത് ഇനിയും നമുക്ക് കാണണം. ആ മോളുടെ കളിച്ചിരികൾ മായാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണം, നമുക്ക് സഹായിക്കണം. ഈ നാട്ടുകാരോടൊപ്പം, ഈ നാട്ടുകാരുടെ മനസ്സിന്റെ നന്മയോടൊപ്പം നമ്മളെല്ലാവരും കൈകോർക്കണം. എൻ്റെ പേര് നെയ്മ ഷജീറാണ്. അപ്പം ഞാൻ എൻ്റെ വാർഡിലും എൻ്റെ പ്രവർത്തന മേഖലയിലുമാണ് ഈ പറയുന്ന കുട്ടിയുടെ വീട്. വളരെ നാളുകളായിട്ട് ഈ കുടുംബമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നതാണ്. അപ്പം ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മീന എന്ന് പറയുന്ന ഒരു 9 വയസ്സുള്ള നമ്മുടെ പെൺകുട്ടി സാഹചര്യമാണ്. നാട്ടിലെ മുഴുവൻ ആളുകളും ഒത്തുകൂടി ആ കുട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതാണ്. അപ്പം നമുക്ക് ആ കുട്ടിക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും. അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രയത്നിക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെയൊക്കെ സഹായങ്ങളും ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉണ്ടാകണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ശാന്തിവിള കുർബാനി ജുമാ മസ്ജിദിലെ ഇമാമാണ്. നമ്മളോട് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള, നമ്മുടെ മഹലിന്റെ അടുത്ത പ്രദേശത്തുള്ള നിയ എന്നൊരു പൊന്നുമകളുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വളരെ സാധുവായ ഒരു കുടുംബത്തിലെ ഒരു മകളാണ്. നമ്മളെല്ലാവരും ആ കുട്ടിയുടെ വിഷയത്തിൽ നമ്മൾ വളരെ കാരുണ്യത്തോടുകൂടി ഒരുമിച്ച് നിന്ന് നമ്മൾ പ്രവർത്തിച്ച് ആ പൊന്നുമകളെ സഹായിക്കണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ശാന്തിവിള പൊന്നുമംഗലം ലൂഥറൻ സഭയിലെ പുരോഹിതനായ
വ്യക്തിയാണ് ഞാൻ. എന്റെ പേര് സുനിൽകുമാർ എന്നാണ്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സഭയിലെ ഒരു കുഞ്ഞാണ് നിയ എന്ന കുഞ്ഞ്. അവൾക്കാണ് ഇപ്പോൾ ഈ ബ്ലഡ് ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. സുമനസ്സുകളായ എല്ലാ വ്യക്തികളുടെയും നാട്ടുകാരുടെയും വിശ്വാസികളുടെയും പ്രാർത്ഥനയും അതോടൊപ്പം അവരൊരാൾ കഴിയുന്നതായ ഒരു സാമ്പത്തികമായിട്ടുള്ള സഹായവും ഈ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തുവാൻ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള വലിയ ഈ പ്രയത്നത്തിൽ എല്ലാവരുടെയും സഹായവും പ്രാർത്ഥനയും സ്നേഹത്തോടുകൂടെ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം പ്രിയമുള്ളവരെ, എന്റെ പേര് രഞ്ജിത്ത്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നേമം കുളക്കുടിയൂർ കോണത്തെ നിയ എന്ന മോളെ സഹായിക്കുന്ന ഒരു കമ്മിറ്റിയുടെ ഒരു അംഗമാണ്. ഈ മോക്ക് ഗുരുതരമായ ക്യാൻസർ രോഗം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 9 വയസ്സുള്ള ഈ മോളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെയും സാമ്പത്തികമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. ഈ കുട്ടിയുടെ ജീവൻ നിലനിർത്തുവാൻ എല്ലാ നല്ലവരായ നാട്ടുകാരും ഞങ്ങളും അതിന് കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.